എന്താ ചെയ്യണ്? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹരിയാലി ചിക്കൻ ഗ്രില്ലാണ്. ഇതാണ്ട ഒരു ഫുള്ള് കോഴിയുണ്ട് കണ്ട. നല്ല പച്ചമുളകും മല്ലിയും പുതിനയൊക്കെ ഇട്ടിട്ട് നല്ല പച്ച മസാല ഇട്ടിട്ട് ഗ്രില്ലടിക്കാൻ പോകും. അന്ന് ചെയ്ത പോലെ അല്ലല്ല, അത് മുളക് പൊടി സ്പൈസസ് കിട്ടില്ല. ഇത് വെറും പച്ച അതന്നെ. അന്നത്തെ പോലെ നമ്മളിങ്ങനെ റോൾ ചെയ്ത അല്ല, റോൾ ചെയ്തല്ല. ഇത് ചിക്കൻ നമ്മൾ അൽഫാം പോലെ കട്ട് ചെയ്തിട്ട് നല്ല പരത്തി വെച്ച് അങ്ങനത്തെ ഗ്രില്ലിലിട്ടിട്ട് ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഫസ്റ്റ് ചിക്കൻ നമുക്ക് കട്ട് ചെയ്ത് നല്ല അൽഫാം പീസ് പോലെ ആക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഭാഗം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഉണ്ടാ ഈ സൈസ് കിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഉണ്ടാ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലും മസാല നല്ല പിടിച്ച് കുറച്ചൊന്ന് ഇതാവുള്ളൂ. കാലിൻ്റെ അവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇവിടൊക്കെ വരട്ട് കൊടുക്കുക. മസാല എന്നാലെ പിടിക്കില്ലേ. ആദ്യം നമുക്ക് ഈ ഹരിയാലി ചിക്കൻ ഗ്രില്ല് ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഓക്കെ, അതിന് വേണ്ടി മല്ലിയില പുതിനയില പകുതി അല്ല. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് കീറിയത്. ഇതിൻ്റെ കൂടെ ഒരു നാരങ്ങ കേട്ടോ. സോറി, ഇത് നാരങ്ങ ഫുള്ളായിട്ട് പിഴിയണം കേട്ടോ. അടുത്ത നമുക്ക് തൈര് ഇട്ടാ, നല്ല കട്ടി തൈര് ഉണ്ടോ. കൂടുതൽ നടാ, ഒരു ചിക്കൻ അങ്ങനെയല്ലേ. നമുക്ക് മുളക് പൊടി കുറച്ചിട്ടാൽ മതി, കാരണം ഓൾറെഡി നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. ഇത് നോക്കിയിട്ടിട്ടായി. അപ്പോൾ ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാം. ഓക്കെ, നമ്മൾ നല്ല പേസ്റ്റ് വരെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. ഏകദേശം ഒരു 1 hour ഇതിങ്ങനെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഇതൊരു 1 hour വെക്കാം. നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചാർക്കോൾ
സെറ്റ് ചെയ്യാം. അതിന് നമ്മൾ കുറച്ച് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കത്തിക്കാം. ഇതിപ്പോൾ നല്ല കത്തി കനലാവണം, കാരണം തീ കത്താൻ പാടില്ല. നല്ല കനലാവണം. എന്നിട്ട് നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. ഏകദേശം കത്തി ഇതാ കനലായിട്ടുണ്ട്. ഇതാ കണ്ട. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ ഗ്രില്ല് വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക അതിന്റെ മേലെ, കാരണം ചിക്കൻ ഒട്ടായിരിക്കാൻ. അപ്പൊ അടുത്ത നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ നല്ല ചൂടുണ്ട് കേട്ടോ, സൈഡിൽ തന്നെ ഇരിക്കാൻ പറ്റുള്ള. നമ്മള് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നല്ല കനല, നല്ല ചൂടുണ്ട് കേട്ടാ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. എന്നിട്ട് നമുക്ക് ബട്ടറൊക്കെ തേച്ച് കൊടുക്കണം. അപ്പൊ നമുക്കിത് തിരിച്ചിടാം. ഓക്കെ, ചൂടുണ്ട് കേട്ടോ, അതാണ് തുണിയിൽ പിടിക്കുന്നത്. അടുത്ത് ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. ബട്ടർ തേക്കുമ്പോഴാണ് ടേസ്റ്റ്. നമ്മള് ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട്. സാധനം നല്ല കണ്ടാ നോക്കിയേ. ആഹാ, ബട്ടർ ഉരുകാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് സൈഡ്. നെയ്യറ്റണ് കണ്ട. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. സംഭവം ആയിട്ടുണ്ട് കണ്ടാ, അടിപൊളി സാധനം. എന്തായാലും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടാ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. രണ്ട് സൈഡ് നല്ല വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ചെയ്യട്ടോ, നല്ല ചൂടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഏണ്ട അതേ സ്മെല്ലുണ്ടാ? നല്ല മണുണ്ട്. ഇവിടെ റൂമിൽ ഇരുന്നപ്പോഴും അവനെ ഉറക്കുന്ന ടൈമിൽ നല്ല സ്മെല്ലായിരുന്നു. എങ്ങനെയുണ്ടാ അതിന്റെ സ്മെല്ല്? ഇങ്ങനെ മണത്തോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അകത്ത് കിട്ടും നല്ല സ്മെല്ല്. അതല്ലേ സാധനം. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ആട്ടോ ഇത്. ഹരിയാലി, അതായത് മല്ലിയില, പുതിനയില, പച്ചമുളക് അല്ലേ? എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണത്. വെന്തിട്ട് വെന്ത് മാത്രല്ല, ആക്ച്വലി ഇത് നല്ല ജ്യൂസിയാ. ഇപ്പൊ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തു നോക്ക്, നല്ല ജ്യൂസി ആയിട്ടിരിക്കുക. എന്തല്ലേ. അപ്പൊ നമുക്കിത് കഴിക്കാം.
ഒന്നുകൂടി അത് വേണ്ട, കഴിക്കാം. നമ്മുടെ ഹരിയാലി ടിക്ക നമ്മുടെ ഹരിയാലി ഗ്രിൽ ചിക്കൻ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നാരങ്ങ വെച്ച് കൊടുക്കട്ടെ. മൂട്ടിക്കൊന്ന് കണ്ടില്ലേ, നല്ല അടിപൊളി ഹരിയാലി ചിക്കൻ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ലെഗ് പീസിനെ പൊട്ടിക്കാം. നമുക്ക് ലെഗ് പീസ് പൊട്ടിക്കാം കേട്ടോ. നല്ല അടിപൊളി ലെഗ് പീസ് ഡിപ്പിൽ മുക്കാം. അടിപൊളി കാണാം, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും, ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.